പോലെയായിരുന്നു. പണ്ടുപോലെ കാസറ്റൊക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഡയറക്ടർ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി അപ്പം പോലെ ഈ സിനിമയോട് ഇതുപോലെ അങ്ങനെ ഒരു സിനിമ കണക്ഷൻ ഫാമിലി ഒരു കണക്ഷനില്ല. അങ്ങനെ അപ്പൊ ആ ഒരു സിനിമയോടൊരു ഇഷ്ടം കാരണം ഞാൻ സിനിമയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ എന്റെയൊക്കെ സമയം ഒന്നെങ്കിൽ പ്രതിഭയാവണം, അല്ലെന്നുണ്ടെങ്കിൽ മിമിക്രി ചെയ്യണം. ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ മിമിക്രിയൊക്കെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടല്ലാതെ എവിടെയൊന്നും പോയി മത്സരിക്കുക ഒന്നും ചെയ്തില്ല. സ്കൂളിൽ നിന്ന് നാടകമൊക്കെ ചെയ്യുക, ഞാൻ തന്നെ ഡയറക്ട് ചെയ്ത് ഞാൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു ബേസ് അന്നൊരു ബേസ് ഉള്ളിൽ എനിക്ക് സിനിമ എന്നുള്ളൊരു പരിപാടി. ഇപ്പം ആക്ടിങ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, സിനിമയായിരുന്നു. ആക്ടിങ് എന്ന് എനിക്ക് ചെറുപ്പം ചോദിക്കുന്നത് തിയേറ്ററിൽ പോയിട്ടില്ല, സിനിമ ഭയങ്കര ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെ അന്ന് മുതൽ സിനിമ ആഗ്രഹമായിട്ട് സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. അങ്ങനെയാണ് ഞാൻ മോഡലിംഗ് ചൂസ് ചെയ്തത്. മോഡലിംഗ് ഞാൻ അതിനെ സിനിമയ്ക്ക് വേണ്ടി ചൂസ് ചെയ്യായിരുന്നു. അങ്ങനെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കൊച്ചി വന്ന് മോഡലിംഗ് ചെയ്തു. ആ സമയത്ത് കുറെ ഓഡീഷൻ, ആ സമയത്ത് ഒരുപാട് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഓഡീഷൻസ് പോകും. അങ്ങനെ ഓഡീഷൻസ് പോയി ശീലമായി. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെയാണ് ഈ പറഞ്ഞ മിഥുൻ മാനുവലൊക്കെ. അങ്ങനെ എന്റെ സുഹൃത്തായി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം തട്ടത്തിമറത്തിലേക്ക് എനിക്ക് അരുൺ ചന്തു മറ്റേ ഡയറക്ടറിന്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പൊ അവരാണ് എന്നെ തട്ടത്തിമറത്തിലേക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യിക്കുന്നതും. അപ്പൊ അങ്ങനെ വന്നു. അപ്പം അങ്ങനെ പ്രകാരം ഇങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെടുക ചെയ്യണം ആഗ്രഹിച്ചത് തന്നെ. ഉറപ്പായിട്ട് ഞാൻ എന്റെ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ എന്റെ ആഗ്രഹിച്ചിട്ട് ഞാൻ സിനിമ നടന്ന് എഴുതിയിട്ടുണ്ട്.